1.5 കൊല്ലമായി പോലീസെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. 5ാം ക്ലാസ്സിലെ കുട്ടി 1.5 കൊല്ലമായി പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടി ഏത് വയസ്സിൽ പരിചയപ്പെട്ടു? 3ാം ക്ലാസ് പഠിക്കുമ്പോൾ പരിചയപ്പെട്ടു. അങ്ങനെ പോലീസ് 2 കൂടി എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി അഹങ്കാരത്തോടു കൂടി പറഞ്ഞു, ആവേശത്തോടു കൂടി പറഞ്ഞു, ഇൻസ്റ്റയിലാണ് പോലീസെ, ഇൻസ്റ്റഗ്രാമിലാന്ന്. 2 പേരെയും പിടിച്ച് ആ കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം പോലീസ് വായിച്ചു നോക്കിയ പോലീസിൽ എനിക്ക് സങ്കടവും വന്ന് ചിരിയും വന്ന്. സങ്കടം വന്ന എന്തിനാണെന്നറിയോ? അതിലെ അതിലെ കുട്ടി അങ്ങോട്ട് 5ാം ക്ലാസ്സിലെ കുട്ടി 3ാം ക്ലാസ് മുതൽ അയച്ച മെസ്സേജ് വായിച്ചു നോക്കുമ്പോൾ ഈ പെൺകുട്ടി ചെക്കനോട് പറയാ, എനിക്ക് ഏട്ടനെ കാണണം. ഏട്ടൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തല്ലേ, പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ, എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ കാണണം. അപ്പോൾ ഈ പെൺകുട്ടി ഓമന് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് മെല്ലെ ഒഴിവായപ്പോൾ ഈ പെണ്ണ് ചോദിച്ച ചോദ്യമുണ്ട്, എനിക്ക് ഇപ്പോഴേ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നീ എങ്ങനെയാണ് എന്നെ കല്യാണം കഴിച്ചാൽ എന്നെ പോറ്റുക? അതോടുകൂടി ചെക്കൻ തകർന്ന് തരിപ്പണായിപ്പോയി. ഈ പെണ്ണിൻ്റെ മുമ്പിൽ എനിക്ക് പൈസ ഉണ്ട് എന്ന് തെളിയിക്കാൻ ആ ചെക്കൻ കാണിച്ച വഴി എന്തെന്നറിയാമോ? അച്ഛനും അമ്മയും മക്കളുമൊക്കെ സ്നേഹത്തോടുകൂടി വളർത്തുന്ന ഒരു മുയൽക്കുട്ടി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ വീട്ടിൽ. ആ മുയലിൻ്റെ പേര് മീട്ടുമുയൽ. അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് സ്നേഹിച്ച ആ മീട്ടുമുയലിനെ അച്ഛൻ കാണാതെ അമ്മ കാണാതെ ഇവൻ പാളയം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു 3000 ഉറുപ്പ്യക്ക്. ആ 3000 ഉറുപ്പ്യ എടുത്തിട്ടാ പഹയൻ തൻ്റെ പ്രിയതമയെ കാണാൻ വന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ 14 വയസ്സുള്ള ചെക്കൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിയങ്ങളെന്ന് ആലോചിച്ചോ. നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പൈസയും തരാം, എൻ്റെ ATM എല്ലാം തരാം, ഒന്ന് ഗുരുവായൂർ പോയിട്ട് വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ വരുമോ ഒറ്റക്ക്? അപ്പോഴൊക്കെ നിങ്ങൾക്ക് 100 സംശയമായിരിക്കും. ഗുരുവായൂർ ഓർക്കാട്ടേരിയിൽ നിന്ന് നേരെ ബസ് ഉണ്ടാവുമോ, വടകര എന്നിറങ്ങിയിട്ട് കിഴക്കോട്ടാണോ പടിഞ്ഞാറാട്ടാണോ, 150 സംശയം ഉണ്ട്. അപ്പം നമ്മൾ ഒരിഞ്ഞ് പോകണ്ട, അവിടെ എന്നോളിന്ന് വരും. പക്ഷെ 14 വയസ്സുകാരൻ ഒരിക്കലും കാണാത്ത കണ്ണൂർക്കാരിയെ കാണാൻ ട്രെയിന് കയറി കണ്ണൂരിലെത്തി സിനിമാ തിയേറ്ററിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓൻ എത്ര കെങ്കേമനാണ്. എനിക്ക് സങ്കടം വന്നതെന്ന് അറിയോ? എൻ്റെ മോളും 5ാം ക്ലാസ്സിലാണ്. അതിനെ ഇനി ഇൻസ്റ്റഗ്രാം ഉണ്ടോളി പഠിച്ചോനെ എന്നുള്ള ടെൻഷൻ നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾ ഈ കുട്ടിയുടെ കഥ കേട്ടപ്പോൾ വളരെ ഇങ്ങനെ മുയിച്ചു നോക്കുകയല്ലേ എന്നെ ചെയ്തത്. നിങ്ങളെ വീട്ടിൽ 5ാം ക്ലാസ്സിലെ കുട്ടി ഇൻസ്റ്റഗ്രാമിൽ എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയോ? 4 മണിക്കൂറും 20 മിനിറ്റും നമ്മളെ മക്കള് വെറുതെ മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്യുമ്പോൾ ഏത് ലോകത്താണ് സഞ്ചരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും മക്കളുടെ മൊബൈൽ ഫോണിലേക്ക് ചൂഴ്ന്നു നോക്കിയോ? ഈ അമ്മ 2 കൊല്ലം മൊബൈൽ ഫോണിൽ ഓൺലൈനിൽ മക്കൾ പഠിക്കുമ്പോൾ മക്കൾ എവിടെയാണ് പഠിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ മക്കൾക്ക്, ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അപമാനഭാരം നേരിടേണ്ടി വരുമായിരുന്നോ?